അല്ല ചങ്ങായിമാരെ, നിങ്ങൾക്കൊരു സങ്കടവും ഒന്നും തോന്നണില്ലേ? ഞാൻ ഈ വീഡിയോ ചെയ്യണത് സങ്കടവും ദേഷ്യവും നിരാശയും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വേൾഡ് കപ്പ് നടക്കാണല്ലോ. അപ്പോൾ നല്ല ആവേശത്തിലാണ് നമ്മുടെ നാട്. എല്ലാ നാട്ടിലും ഫ്ലെക്സുകൾ, ബിഗ് സ്ക്രീനിൽ കളി കാണലൊക്കെ ആയിട്ട് ഭയങ്കര ആവേശത്തിലാണ് നമ്മളെല്ലാവരും വേൾഡ് കപ്പിൻ്റെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കളികളിൽ സ്പെയിനായിട്ടും ജപ്പാനായിട്ടും അതുപോലെ പോർച്ചുഗലായിട്ടൊക്കെ കളിച്ച കുറച്ച് ടീമുകളുണ്ട്. ആ ടീമുകളുടെ പേര് വേറെ എവിടെയും നോക്കാതെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നത്ര ആൾക്കാരുണ്ട്. കാരണം അറിയില്ല, 95% ആൾക്കാർക്കും ആ ടീമുകളുടെ ഒന്നും പേര് പോലും അറിയില്ല. നല്ല നല്ല കളി കളിക്കണമുണ്ട്. അതിൽ ഒരു ടീമിൻ്റെ ഞാൻ കേട്ടത് അവിടെ 1.5 ലക്ഷം 2 ലക്ഷത്തിൽ താഴെ മാത്രം ജനസംഖ്യ. അതായത് നമ്മളൊരു മണ്ഡലത്തിലുണ്ടാവും, നമ്മളെ രാജ്യത്തിലൊരു മണ്ഡലത്തിലുണ്ടാവും അത്ര ആൾക്കാരിൽ നിന്ന് ഒരു വേൾഡ് കപ്പിന് യോഗ്യരായ കുറച്ച് കളിക്കാരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. ഓലൊക്കെ ലോകകപ്പ് കളിക്കുകയാണ്. ഈ 140 കോടി ജനങ്ങളുള്ള നമ്മളെ രാജ്യത്തിന് ഒരു ടീം ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഇല്ലേ? എന്താ അവസ്ഥ? ഒരു 2010 കാലഘട്ടത്തിലൊക്കെ വേൾഡ് കപ്പ് കാണുന്ന അന്നൊക്കെ നമ്മൾ ചെറുപ്പമാണല്ലോ. ആ സമയത്തൊക്കെ ഇങ്ങനെ ചർച്ചകളുണ്ടായിരുന്നു. നമ്മൾ 2026 നമ്മൾ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കും, അന്ന് നമുക്ക് ഇന്ത്യൻ്റെ ഫാനാവാം, രസമാവും എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെ ആ വേൾഡ് കപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ടീമുകളുടെ ആരാധകരായ ആവേശം കൊള്ളാനല്ലാതെ നമുക്കിപ്പോഴും ഒരു പ്രതീക്ഷയും നമ്മൾ കളിക്കുന്നുള്ളതിൽ ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. എന്തേക്കാരം ഇതിൻ്റെ കാരണം എന്നാണ് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. നമ്മൾ ക്രിക്കറ്റിന് കൊടുക്കുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം പ്രാധാന്യം ഫുട്ബോളിന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മികച്ച ടീം ഇന്ത്യയിൽ നിന്നുണ്ടാവും എന്നുള്ളതിൽ നമുക്കാർക്കും സംശയമൊന്നുമില്ല. പ്രതിഷേധങ്ങൾ ഉണ്ടാവണില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഫുട്ബോളിനോട് ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടമാണ്. പക്ഷേ നമ്മളൊരു ഇന്ത്യൻ ടീം ഉണ്ടാവണം വേൾഡ് കപ്പിൽ എന്ന് ശക്തമായിട്ട് സംസാരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. വേറെല്ലാം ഈ ആരാധകർ എന്ന് പറഞ്ഞ ഫുട്ബോൾ ആരാധകർ എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇത്തരം പ്രതിഷേധം നടത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പം നമ്മളെപ്പോലത്തോടൊന്നും പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് പറഞ്ഞിടാം നമ്മളൊരു പ്രതിഷേധം. ശരിക്കും പ്രതിഷേധിക്കേണ്ടത് കുറേ ആളുകളിൽ ഈ വിവരങ്ങൾ, ഈ പ്രതിഷേധം എത്തിക്കാൻ പറ്റിയ ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ രാഷ്ട്രീയക്കാർ, നേതാക്കന്മാർ, അങ്ങനത്തെ ആളുകളൊക്കെ ഇറങ്ങണം. MLA മാർ, MP മാരൊക്കെ. ഇപ്പോൾ ചില MP മാരൊക്കെ ഞാൻ പ്രസംഗത്തിൽ കേട്ടു, വലിയ ഫുട്ബോൾ ആരാധകരാണ്, കളി കാണുന്ന ആളാണെന്നൊക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഫുട്ബോളിനെ വിശകലനം ചെയ്യണതും കാര്യങ്ങളൊക്കെ, കളികളെ വിശകലനം ചെയ്യണതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അവരൊന്നും ഇങ്ങനത്തെ പ്രതിഷേധം നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മുടെ ഇന്ത്യൻ ടീം വേൾഡ് കപ്പിൽ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിരന്തരം ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, സമ്മർദ്ദം ചെലുത്തുകയാണെന്നുണ്ടെങ്കിലൊക്കെ അടുത്ത വേൾഡ് കപ്പിലോ അതല്ലെങ്കിൽ പിറ്റത്തെ വേൾഡ് കപ്പിലെങ്കിലൊക്കെ ഇന്ത്യൻ ടീം കളിക്കാനുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഈ പോക്ക് പോയാൽ ഒരു പ്രതീക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയണതൊക്കെ കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ അല്ലേ. നിങ്ങളെക്കൊണ്ട് കഴിയണതൊക്കെ നിങ്ങളും ചെയ്യും. കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിപ്പിച്ച് വിട്ട വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയല്ല എല്ലാ ആളുകളെയും കമൻറ്റ് ബോക്സിനായിട്ട് മെൻഷൻ ചെയ്യും. ഇനി കേരളം വിട്ട് അപ്പുറത്തുള്ള ആൾക്കാർക്ക് മലയാളം അറിയില്ല, എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ ടീം കളിക്കണം, നമുക്ക് കാണണ്ടേ. നമ്മൾ ടീം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ചിലപ്പം നമ്മളെ അയലോക്കാരനൊക്കെ ഈ കാരം ഇന്ത്യൻ ടീമിലുണ്ടാകും, നമ്മളെ കുടുംബക്കാരോ നമ്മളറിയുന്ന ആൾക്കാരൊക്കെ ഈ കാരം പ്ലെയേഴ്സ്. മെസ്സിൻ്റെ റൊണാൾഡോൻ്റെ ഒക്കെ കാലും വന്ന് പന്ത് തട്ടി നമ്മളെ അയലോക്കാർ പോകണമെന്ന് ആലോചിച്ചാണ്. അതേപോലെ ഗോളടിച്ച് സെലിബ്രേറ്റ് ചെയ്യണത്, അതൊക്കെ നമുക്ക് കാണണ്ടേ. ആരോട് പറയാം? നിങ്ങളെ കൊണ്ട് കഴിയുന്നൊക്കെ നിങ്ങൾ ചെയ്യും. നമുക്ക് എങ്ങനെയും ടീം സെറ്റാക്കണം.